ഇവിടെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് UDF കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ തെരഞ്ഞെടുപ്പാണ്, പ്രവർത്തകന്മാരാണ്. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിന് നമ്മൾ ജയിക്കണം. നിലമ്പൂരിന്റെ ഒരു മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. 969 സവാൽ കുഞ്ഞാലിയുടെ മരണശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് ആദ്യമായി ഐക്യ ജനാധിപത്യത്തിലേക്ക് രൂപം കൊടുത്ത ആ ഒരു കാലഘട്ടത്തിൽ അന്ന് MP ഗംഗാധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് അന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടുന്നാണ് അന്നത്തെ ഗവൺമെന്റ് താൽക്കാലിക ആ ഗവൺമെന്റ് അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെന്റ് പിരിച്ചുവിട്ട് പോയി 111 സീറ്റുമായി 100 സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി കിട്ടിയ ആ നേട്ടാണ്. ആ ഒരു അവസരമാണ് നിലമ്പൂർക്കാർക്ക് വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ചില്ലറല്ല. ഇതേ ഫുട്ബോളിലെ സെമി ഫൈനൽ കണ്ടേ അത് തോറ്റാലേ ഫൈനൽ പരിക്കാട് പോരാ. നിലമ്പൂർക്കാരോട് 2 പ്രാവശ്യം നമ്മളെ നമ്മളെ ആൾക്കാരെ ചയിച്ച് ഇഞ്ഞെങ്കിലും ഒന്ന് മര്യാദക്ക് നിന്നാല് നമുക്കത് ജയിച്ചു പോരാ. ഞാനിത് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ച എന്തിനാ ബഷീറാക്ക പറഞ്ഞേ, ഐക്യ ജനാധിപത്യത്തിനോട് ഉരുക്കു കോട്ടയാണിത്. ഐക്യ ജനാധിപത്യം രാഷ്ട്രീയമായി നേരിട്ടാൽ നല്ലൊരു വോട്ടിന് വിജയിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ മണ്ഡലം. അപ്പൊ അവിടെ നമ്മുടെ നിന്നുള്ള വോട്ടിന്റെ ഒരു ചോർച്ചയിലാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് നഷ്ടപ്പെടുക. യാഥാർത്ഥ്യമായിട്ടൊക്കെ നമ്മൾ പൊരുത്തപ്പെടാം. അപ്പൊ എല്ലാവരും കാരണന്മാരും ചെറുപ്പക്കാരും നേതാക്കന്മാരും ഒന്ന് ഉഷാറായിട്ട് ഇറങ്ങിയാൽ നമുക്ക് റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ 2026 ദിവസം കേരളത്തിലെ 139 നിയോജക മണ്ഡലങ്ങളും നമ്മൾ നോക്കുക. നിലമ്പൂർക്കാരെ ഐക്യ ജനാധിപത്യത്തിലേക്ക് അധികാരത്തിൽ വരാൻ പിണറായി വിജയന്റെ സർക്കാരിന് അന്ത്യം കുറിക്കാൻ ഐക്യ ജനാധിപത്യ അധികാരത്തിനോ അതിന് തെരഞ്ഞെടുപ്പ് ജയിക്കണം. അപ്പൊ എല്ലാവരും വാപ്പട്ടിന് നല്ല വോട്ട് ചെയ്യണം. പിന്നെ നോക്കി ആര്യാണ് സാറിന്റെ മാനല്ലേ, ആ കഴിവില്ലേ. നിലമ്പൂര് പഞ്ചായത്ത് പ്രസിഡന്റായി, മുനിസിപ്പൽ ചെയർമാനായി, പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ മുനിസിപ്പൽ ചെയർമാൻ അവാർഡ് കിട്ടി, യുനെസ്കോന്റെ അവാർഡ് കിട്ടി, ഏറ്റവും നല്ല ഭരണാധികാരി എന്നുള്ള അവാർഡ് കിട്ടി. ഇതൊക്കെ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഭരണ കൈകൊണ്ടില്ല ഒരു സ്ഥാനാർത്ഥിയല്ലേ നമ്മൾ സ്ഥാനാർത്ഥി. അപ്പൊ ആ സ്ഥാനാർത്ഥി നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കണം. തെരഞ്ഞെടുപ്പാണ്, ഒരാഴ്ച ഉള്ളൂ. എല്ലാവരും അരയും മുറുക്കി രംഗത്തിറങ്ങണം. പ്രത്യേകിച്ച് ലീഗുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിം ലീഗാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. മലപ്പുറം ജില്ലയാണ്. കുഞ്ഞാലി സാഹിബ് എല്ലാ ദിവസവും ഉണ്ട്. തങ്ങൾ മറ്റന്നാളാണ് വരും. അപ്പൊ നമ്മളെ ഇതിലാണ് കോൺഗ്രസിനെക്കാളും മുൻപന്തിയിൽ ലീഗുകാരാണ് നിൽക്കേണ്ടത്. എന്നിട്ട് അതിന് റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് പാർട്ടിന്റെയും മുന്നണിയുടെയും അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്.